ഗിരീഷയുടെ ഒരു മേക്കിംഗ് അറിയാലോ, ഒരു നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കാനൊന്നുമില്ല, അതേ ലെവലിൽ എടുത്തു വച്ചിരിക്കാം. ഈ പടം സ്റ്റാർട്ട് ചെയ്ത് അവസാനം വരെ നമുക്ക് അങ്ങനെ ഈ പടത്തിലൂടെ ലയിച്ചു പോകും. എന്തായാലും ഞാൻ ഒരു പ്രാവശ്യം കൂടി ഈ മൂവി കാണും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അത്രയ്ക്ക് നല്ല മൂവി, അതായത് നല്ല കിടിലൻ ഫീൽ ഗുഡ് മൂവി. ബത്ലഹേം കുടുംബ യൂണിറ്റ്. അതായത് ഈ പടത്തിൽ നിന്ന് നമുക്കിത് ഒരു സിനിമയാണ് കാണണം എന്നുള്ള ഒരു ഇത് തോന്നില്ല. അങ്ങനെ ആ സിനിമയുടെ ഒപ്പം നമ്മൾ സഞ്ചരിക്കും. അതേ രീതിയിലാണ് നമുക്ക് ഇത് വിഷ്വലി ഇത് തന്നിട്ടുള്ളത്. ഇതിൽ നിവിൻ പോളി മമിത ബൈജു കോംബോ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. അത് കറക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു ഇവർ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നല്ല അടിപൊളി പ്ലേസിംഗ് ആയിരുന്നു ഇവരെ ക്യാരക്ടേഴ്സിൻ്റെ എല്ലാവരും. നിവിൻ പോളിയും മമിത ബൈജും അതേപോലെ തന്നെ ബാക്കി ക്യാരക്ടേഴ്സൊക്കെ കറക്റ്റ് പ്ലേസിംഗ് ആയിരുന്നു. അവരും ഓവറായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ അവരെല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റോറിയും ഗിരീഷ് ഷെഡിയാണ്. ഗിരീഷ് ഷെഡിയുടെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്, കിരൺ ജോഷി. ഇവർ രണ്ടാളും കൂടിയിട്ടാണ് ഇതിൻ്റെ കഥ ചെയ്തിട്ടുള്ളത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നിവിൻ പോളി, മമിത ബൈജു, ശ്രിന്ദ, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, പിന്നെ വേറൊരു ക്യാരക്ടറുണ്ട് സംഗീത് പ്രതാപ്. ഇവരാണ് ഇതിൽ മെയിൻ ലീഡിങ് ക്യാരക്ടറായിട്ട് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. വിഷ്ണു വിജയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നല്ല BGM കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സോങ്ങൊക്കെ ഇതിലുണ്ട്. അതിലൊന്നും മോശമായിട്ടൊന്നും പറയാനില്ല. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് അജ്മൽ ബാബു. ഇതിൻ്റെ പ്രീവിയസ് വർക്ക് നമുക്കറിയില്ല ഏതാണ്. ഇപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് അജ്മൽ ബാബു. ലാസ്റ്റ് മൂവി ഏതാണെന്ന് അറിയില്ല, അത് ഇത് ഫസ്റ്റ് പടമാണെന്ന് അറിയില്ല. എന്തായാലും നല്ല രീതിയിൽ നല്ലൊരു ഫീൽ ഗുഡ് മൂവിക്ക് വേണ്ട നല്ല ഫ്രെയിമുകൾ എടുത്തു തരാൻ ഈ അജ്മൽ ബാബുവിന് സാധിച്ചിട്ടുണ്ട്. നല്ല വിഷ്വലി നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്, കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ എഡിറ്റർ ആകാശ് ജോസഫ് വർഗീസ്. പുതിയ ആളാത് ഒന്നുണ്ട്, നമ്മൾ മുന്നേ ഒന്നും ഈ പേര് കേട്ടിട്ടില്ല. എന്തായാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് ചിരിക്കാൻ പറ്റുന്ന കോമഡി കണ്ട്. കുറേ പടത്തിലൊക്കെ അവർ കുറേ ഇങ്ങനെ കാട്ടിക്കൂട്ടിയിട്ട് നമുക്ക് ചിരിയും വരില്ല, നമ്മളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ സഹിച്ച് കാണേണ്ടി വരും. അതേപോലത്തെ സിനിമകളാണ് ഈ കോമഡി മൂവിയിൽ ഇപ്പോൾ ഇറങ്ങുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികം കൂടുതൽ മൂവികൾ ഇറങ്ങാറില്ല കോമഡി. ഒന്നും വർക്കാവാത്ത കുറേ പടങ്ങളാണ് ഇറങ്ങിയിട്ടുള്ളത് തന്നെ. അപ്പോൾ ഇതിൽ നമുക്ക് അങ്ങനെ നല്ല രീതിയിൽ ചിരിക്കാൻ പറ്റിയൊരു കുറേ സീനുകൾ, അതായത് ഇതുണ്ടല്ലോ സിറ്റുവേഷൻസ് കോമഡീസാണ് ഇതിൽ കൂടുതൽ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ചിരിക്കാൻ ഈ പടത്തിൽ നിന്ന് നമുക്ക് പറ്റുന്നുണ്ട്. ഒരു കൂട്ടച്ചിരിക്കുള്ള എല്ലാ എലമെൻസും ഇതിൽ ഇവർ ചെയ്തു വച്ചിട്ടുണ്ട്. നമുക്ക് കണക്റ്റാവുന്ന കോമഡികളാണ് കൂടുതൽ ഇതിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഗിരീഷ് ഷെഡിയുടെ മൂവിയുടെ ഒരു പ്രത്യേകതയാണ് നല്ല BGM അതേപോലുള്ള മ്യൂസിക്, അതൊക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ഖലീഫയിൽ പൃഥ്വിരാജ് പറഞ്ഞ പോലെ പൊട്ടിച്ചിട്ടുണ്ട്. പൃഥ്വിരാജല്ല പൊട്ടിച്ചത്, നിവിൻ പോളിയാണ്. ഈ ഓണം നിവിൻ പോളി തൂക്കി. പിന്നെ കുറേ റെഫറൻസുകളുണ്ട്. അത് ലാസ്റ്റ് പടത്തിലും പ്രേമലുവിലും ഉണ്ടായിരുന്നു, അതേപോലെ ഇതിലും ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അങ്ങനെ ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നില്ല. നല്ല രീതിയിൽ ഉള്ള റെഫറൻസുകളാണ് തന്നെ ഇതിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ അയ്യോ അത് വേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിലൊന്നും തോന്നില്ല. അതേപോലത്തെ റെഫറൻസുകളായിരുന്നു ഈ മൂവിയിൽ. ഇപ്പോൾ പ്രേമലൊക്കെ നമുക്ക് എത്ര പ്രാവശ്യം കണ്ടാലും മതിയാവില്ല, അതേപോലത്തെ ഒരു റിപ്പീറ്റേഷൻ വാല്യുള്ളൊരു മൂവി. അതായത് പ്രേമലിനേക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്ന മൂവിയാണ്. അപ്പോൾ നമുക്കറിയാലോ അതിൻ്റെ റേഞ്ച് എന്താണെന്നുള്ളത്. ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ഒരു ഏജ് ഡിഫറൻസാണ്. അതാണ് ഇതിൻ്റെ മെയിൻ ത്രെഡ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവർ എടുത്തു വെച്ചിട്ടുള്ളത്. എല്ലാ ഓഡിയൻസിനും ഇത് വർക്കാവും, അങ്ങനെ മേക്ക് ചെയ്തിട്ടുണ്ട് ഗിരീഷ് ഷെഡി. ഗിരീഷ് ഷെഡി നല്ല രീതിയിൽ അപ്ഗ്രേഡ് ആയിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് ലാസ്റ്റ് പടത്തിൻ്റെ മേലെ നിൽക്കുന്ന ഒരു പടം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള ഒരു ഇതിലാണ്. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് അത്രയും കിട്ടില്ലനായിട്ട് എല്ലാം അപ്പോൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നിവിൻ ഓണം. ഇപ്പോഴാണ് മനസ്സിലായത് അയൺ ഗെയിം എന്താണ് മാറ്റി വെച്ചതെന്ന്. സെക്കൻഡ് ടൈം ഒന്നും കൂടിയും കാണും ഈ പടം. കാണും, എന്നിട്ട് ഒന്നും കൂടി റിവ്യൂ ചെയ്യും ഞാൻ ഈ പടം. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട്. നമ്മുടെ എക്സ്പെക്റ്റേഷന് മേലെ നിൽക്കുന്ന ഫൺ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവി. ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കർ, ഇവർ 3 പേരാണ് ഈ മൂവിയുടെ പ്രൊഡ്യൂസേഴ്സ്.